എല്ലാവരും പറയും മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നുമില്ല എന്ന്. മഹാഭാരതത്തിൽ ഏതെങ്കിലും തൂപ്പുകാരിയുടെ കഥയുണ്ടോ? തയ്യൽക്കാരൻ്റെ കഥയുണ്ടോ? ഏതെങ്കിലും തട്ടാൻ്റെ കഥയുണ്ടോ? ഏതെങ്കിലും കരുവാൻ്റെ കഥയുണ്ടോ? പണിയെടുക്കുന്ന ആരുടെയെങ്കിലും കഥകളുണ്ടോ? ഒക്കെ രാജാക്കന്മാരുടെ, യുദ്ധവീരന്മാരുടെ, ഇവരുടെയൊക്കെ കഥകളേ ഉള്ളൂ. കുറച്ചും കൂടെ പ്രാദേശിക ചരിത്രത്തിൻ്റെ സൂക്ഷ്മതകളിലേക്ക്, കൃത്യതകളിലേക്ക് പോവുകയും ചെറിയ പ്രദേശത്തൊക്കെ പരസ്പരം അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അവിടെ ചരിത്രം എഴുതുമ്പോൾ അവരുടെ അച്ഛനെ പറ്റി, അച്ഛനെ പറ്റിയിട്ടൊക്കെയുള്ള ചരിത്രമൊക്കെ ആകുമ്പോൾ അത് അത്ര സത്യസന്ധമായിട്ട് എഴുതാൻ പറ്റില്ല. കോവിലൻ തട്ടകം എഴുതുമ്പോൾ കണ്ടാണിശ്ശേരി എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്തിൻ്റെ പേര് മുപ്പിലശ്ശേരി എന്നാണ് എഴുതിയത്. അപ്പോൾ എന്താ കണ്ടാണിശ്ശേരി എന്ന് എഴുതിയാൽ കുഴപ്പം? കണ്ടാണിശ്ശേരി എഴുതിയാൽ കുഴപ്പമുണ്ടാവും. കലയുടെ ഒരു ധർമ്മം കാലത്തിനെ ആവിഷ്കരിക്കുക എന്നത് കൂടിയാണ്. കള്ളന്മാരുടെ ചരിത്രമുണ്ട്, അതുപോലെ വാറ്റുകാരുടെ ചരിത്രമുണ്ട്, വേശ്യകളുടെ ചരിത്രമുണ്ട്, വ്യഭിചാരികളുടെ ചരിത്രമുണ്ട്. ആ ഏറ്റവും താഴ്ത്തട്ടിലൊരു വിധം മനുഷ്യരുണ്ട്. ഇവർക്കൊന്നും ഒരിക്കലും ഒരു ചരിത്ര പുസ്തകത്തിലും ഇവരെ പറ്റിയിട്ട് പറയുന്നില്ല. ഒരു നോവലിസ്റ്റ് ഇതിനെ സമീപിക്കുന്നത് ചരിത്രകാരൻ്റെ കൃത്യതയിലേക്കല്ല. സത്യസന്ധമായിട്ട് ഉള്ള ചരിത്ര രചന എവിടെയെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നോവലും പ്രാദേശിക ചരിത്രവും എന്നൊരു വിഷയമാണ് ഇന്ന് ഞങ്ങൾ സംസാരിക്കാനായിട്ട് നിർദ്ദേശിക്കപ്പെട്ടത്. നോവൽ എന്നുള്ള സാഹിത്യ രൂപത്തിൻ്റെ ആഖ്യാന രീതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം ചരിത്രത്തിനുണ്ട്. ചരിത്രാഖ്യായിക എന്ന പേരിൽ തന്നെ പല സി.വി. രാമൻപിള്ളയെ പോലെയുള്ള പ്രഗത്ഭരായ എഴുത്തുകാരുടെ നോവലുകൾ മലയാള സാഹിത്യത്തിൽ അതിന് വലിയൊരു പശ്ചാത്തലമൊരുക്കിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നോവലുകളിൽ പലതരത്തിൽ ചരിത്രം കടന്നു വരുന്നതും ചരിത്രത്തിൻ്റെ ഇടപെടലുകളും ചരിത്രത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ വലിയൊരു ചരിത്രത്തിലേക്ക് പോകാതെ കണ്ട് പ്രാദേശികമായ ചരിത്രത്തിലേക്കാണ് കുറച്ചും കൂടെ അകത്തേക്ക് കടക്കാറുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ള എഴുത്തിൽ ഭാവനയുടെ വലിയ സാധ്യതകളാണ്. പലപ്പോഴും ആ ദേശചരിത്രത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എഴുത്തുകാരൻ തൻ്റെ ഭാവനയുടെ അനന്തമായ സാധ്യതകളിലേക്ക് പോകുന്നതാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാരുടെയും കൃതികളിൽ അവരുടേതായിട്ടുള്ളൊരു ദേശം ആ എഴുത്തിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിച്ച് വരുന്നത്. ചില കൃതികളിൽ അത് വളരെ പ്രത്യക്ഷമായി ഒരു സ്ഥലത്തിൻ്റെ പേരിൽ തന്നെ ആയിരിക്കാം. മറ്റ് ചില കൃതികളിൽ അത് ഒരു ഭാവനാദേശമായിട്ട് യഥാർത്ഥത്തിലൊരു ദേശം ഉണ്ടാവാം, അത് മറ്റൊരു പേര്, ഇപ്പോൾ മാർക്കേസിൻ്റെയൊക്കെ പുസ്തകങ്ങളിൽ വരുന്ന പോലെ ഒരു ഭാവനാദേശമായിട്ട് മാറാം. അങ്ങനെ ഒരു ദേശം സൃഷ്ടിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ തനിക്ക് വളരെ പരിചിതമായ ദേശത്തിൻ്റെ ചരിത്രത്തിലേക്കും അതിൻ്റെ സൂക്ഷ്മതകളിൽ നിന്നുമൊക്കെ തന്നെയാണ് ഈ എഴുത്തുകാരൻ കഥ കണ്ടെടുക്കുന്നത്. ഇപ്പോൾ മൂന്തേട്ടൻ്റെയൊക്കെ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ ആകുമ്പോൾ വളരെ കൃത്യമായിട്ട് മയ്യഴി എന്നുള്ള പ്രദേശത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരു ആമുഖം എന്നുള്ള നോവൽ എടുത്ത് വായിക്കുമ്പോൾ അത് ദേശചരിത്രത്തിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കുന്നത് തച്ചനക്കര എന്ന് പറഞ്ഞിട്ടൊരു ഇല്ലാത്തൊരു ദേശം സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ്. പക്ഷേ അത് അത്ര ഇല്ലാത്തൊരു ദേശമല്ല, യഥാർത്ഥത്തിലുള്ള ദേശമാണെന്നും സുഭാഷൊക്കെ ജനിച്ച് വളർന്ന പെരിയാറിൻ്റെ തീരത്ത് ഉള്ള പ്രദേശമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് സൂചനകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കോവിലൻ്റെ എഴുത്തിലാണെങ്കിലും ഇതേപോലെ ഏത് പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ എഴുത്തെടുത്ത് നോക്കിയാലും അവരുടെ ഒരു പ്രാദേശികമായ ദേശ ചരിത്രം അതിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നതായിട്ട് കാണാം. എം.ടിയുടെയൊക്കെ എല്ലാ കൃതികളിലും അദ്ദേഹം ജനിച്ച് വളർന്ന കൂടല്ലൂരിൻ്റെ ഒരു സ്പർശം നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ നോവലിൽ ആ പ്രദേശത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ അതിനെ ചരിത്രം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കില്ല. നോവലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം കഥ പറയാനുള്ള ഒരു സാധ്യത മാത്രമാണ്.
പല സാധ്യതകളിൽ ഒരു പ്രധാനപ്പെട്ട സാധ്യതയാണ്. കാരണം നമ്മളെപ്പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഓറിയൻ്റലായിട്ടുള്ള ഇന്ത്യയുടെ കേരളത്തിൻ്റെയൊക്കെ ഇത് ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിൽ അത്ര ജാഗ്രത കാണിക്കാത്ത ഒരു പ്രദേശം. പലപ്പോഴും ഊഹാപോഹങ്ങളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവികളിലുമൊക്കെയായിട്ട് ചരിത്രം ചിതറിക്കിടക്കുകയും നോവലുകളിലൊക്കെ വരുന്നൊരു ചരിത്രം എന്ന് പറഞ്ഞ ഒരു സമീപ ഭൂതകാലത്തിൻ്റെ ചരിത്രമാണ്. അത് 1000-2000 കൊല്ലമൊന്നും പുറകിലേക്ക് പോകുന്ന ചരിത്രമായിരിക്കില്ല. മിക്കവാറും 10, 50, 100 കൊല്ലങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഒരു ചരിത്രത്തിൽ നിന്നാണ്, അതിൽ ഉള്ള ഒരു ഗ്രേ ഏരിയാസ് ഉണ്ട്, പൂരിപ്പിക്കപ്പെടാതെ കിടക്കുന്ന ഇടങ്ങളിൽ നിന്നാണ് നോവലിസ്റ്റ് തൻ്റെ കഥ പറയാനുള്ള സാധ്യതകളിലേക്ക് പോകും. എന്നാൽ അതേ സമയത്ത് തന്നെ ഇത്തരം ദേശചരിത്രങ്ങളൊക്കെ മറ്റ് പല രീതികളിലും വ്യാഖ്യാനിക്കാനും ആ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നതിലൂടെ കഥയുടെ ഒരു മാസ്മരികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ എഴുത്തുകാർക്ക് കഴിയാറുണ്ട്. അതേസമയം ഇത്തരം ചരിത്രങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള രേഖകൾ, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എഴുത്തുകാരെ സംബന്ധിച്ച് കൃത്യമായ ചരിത്രത്തെക്കാൾ കൂടുതൽ ഭാവനാസമ്പന്നമായ അല്ലെങ്കിൽ കേട്ടുകേൾവികളിലും കെട്ടുകഥകളിലും കഥകളിലും മറഞ്ഞു കിടക്കുന്ന ഒരു ചരിത്രത്തിലായിരിക്കും കുറച്ചും കൂടെ താല്പര്യം. ഞാൻ ഇട്ടിക്കോരയൊക്കെ എഴുതുന്ന കാലത്ത് കുന്നംകുളവുമായി ബന്ധപ്പെടുന്ന നിരവധി ആളുകളെ പോയി കാണുകയും സംസാരിക്കുകയും, അപ്പോൾ അവർ നമ്മളോട് പങ്കുവയ്ക്കുന്ന അവരുടെ അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവർ കേട്ട് പറഞ്ഞ കഥകളിൽ നിന്നൊക്കെയാണ് ഇത് ഒരു കഥ മെനഞ്ഞെടുക്കുന്നത്. നോവലിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക ചരിത്രങ്ങളോടുള്ള ഒരു സമീപനം അങ്ങനെ, ഒരു ചരിത്രകാരൻ്റെ അപ്രോച്ച് അല്ല ഒരു നോവലിസ്റ്റിന് ചരിത്രത്തോടുള്ള അപ്രോച്ച്. എന്നാൽ ഇതൊന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ശ്രീരാമേട്ടനെ പോലെയുള്ള ആളുകൾ കുറച്ചും കൂടെ പ്രാദേശിക ചരിത്രത്തിൻ്റെ സൂക്ഷ്മതകളിലേക്ക്, കൃത്യതകളിലേക്ക് പോവുകയും അതിന് അതിൻ്റേതായ രീതിയിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്. അത് പക്ഷേ നോവലുകൾ നല്ല വളരെ കൃത്യമായി ആ ചരിത്രം രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങളും അത് അല്ലെങ്കിൽ മാഞ്ഞു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ അടയാളപ്പെടുത്തലുമാണ്. പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അധികാരത്തിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഏറ്റവും മുകൾ തട്ടിലുള്ള ഒരു പിടി ആളുകളുടെ ചരിത്രം മാത്രമാണ് 100-200 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതുമൊക്കെ. ബാക്കി നമ്മളെപ്പോലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ചരിത്രത്തിൽ നിന്ന് നിർദാക്ഷിണ്യം പുറത്താക്കപ്പെടുന്ന ആളുകൾ. അതിനോടുള്ള ഒരു കലഹം ചിലപ്പോൾ നടക്കുന്നത് ഇത്തരം പ്രാദേശിക ചരിത്രങ്ങളുടെ സൂക്ഷ്മമായ ആവിഷ്കാരത്തിലൂടെയാണ്. നോവലുകൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ശ്രമവും വഴിയൊക്കെ തന്നെയാണ്. അതിൽ CB രാമപിള്ളയുടെ പുസ്തകങ്ങളിൽ തന്നെ അദ്ദേഹമായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന കഥാപാത്രങ്ങളെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. അത് യഥാർത്ഥത്തിൽ ചരിത്രത്തിലുള്ളതല്ല, ചരിത്രത്തിൽ നിന്ന് പലപ്പോഴും അല്പസ്വല്പമൊക്കെ വഴി മാറിയിട്ടും പോകുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ അടുത്ത കാലത്ത് വന്നൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയത് സാൽമൻ റുഷ്ദിയുടെ ദി ഹോളി വിക്ടറി സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തിനെ കുറിച്ച് വന്ന പുസ്തകം. നോവലാണ്. വളരെ ഗംഭീരമായിട്ട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രം ഒരു സാങ്കല്പിക പുസ്തകത്തിൻ്റെ പശ്ചാത്തലം, ജയപരാജയ എന്ന് പറഞ്ഞൊരു ഇല്ലാത്തൊരു പുസ്തകമാണ്. അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തൊരു പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയാൻ ശ്രമിക്കുന്നത്. എഴുത്തുകാർ, നോവലിസ്റ്റുകൾ അങ്ങനെ പല വഴികളും അന്വേഷിച്ചു പോകുന്നു. അത് പുതിയ കഥകളുടെ, പുതിയ കഥ പറച്ചിലിൻ്റെ സാധ്യതകളായിട്ട് മാറുന്നു. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ശ്രീരാമേട്ടൻ നമ്മളോട് കൂടുതൽ സംസാരിക്കും. പ്രാദേശിക ചരിത്രത്തിന് ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അതിനകത്ത് ഒരു ചെറിയ പ്രദേശത്തൊക്കെ പരസ്പരം അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അവിടെ ചരിത്രം എഴുതുമ്പോൾ അവരുടെ അച്ഛനെ പറ്റിയോ അച്ഛൻ്റെ അച്ഛനെ പറ്റിയിട്ടൊക്കെയുള്ള ചരിത്രമൊക്കെ ആകുമ്പോൾ അത് അത്ര സത്യസന്ധമായിട്ട് എഴുതാൻ പറ്റില്ല. അത് ഈയിടെ എന്ന് പറഞ്ഞാൽ ഒരു 6-7 കൊല്ലം മുൻപ് പട്ടിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് തൃത്താലയിലെ ഒരു പ്രാദേശിക ചരിത്ര പുസ്തകം പ്രകാശനമൊക്കെ ഉണ്ടായി. ആലങ്കോട് ലീലാകൃഷ്ണനൊക്കെ പോയി എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ പ്രകാശനം ചെയ്യുന്നതിന് മുൻപ് വലിയ അടികലശൽ നടന്നു. അവിടെ പോലീസ് വന്നു, വലിയ പ്രശ്നമായി, പുസ്തകം നിരോധിച്ചു, കോടതി ഉത്തരവ് ഇറങ്ങി, പ്രശ്നമൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ പ്രാദേശിക ചരിത്രകാരനായിട്ടുള്ള ഒരാൾ വലിയ ഭാവനയൊന്നും ഉള്ള ഒരു രീതിയിലല്ല. അത് ഇപ്പോൾ ചരിത്രത്തിന് ഭാവനയുടെ ആവശ്യമില്ലല്ലോ, ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഭവമല്ല ചരിത്രം എന്ന് പറയുന്നത്. അയാളിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. കിഴക്കേതിലെ ഭവാനി അമ്മയും
കണ്ടപ്പൻ നായരുമായിട്ട് ഉള്ള ബന്ധം നാട്ടുകാർക്കൊക്കെ അക്കാലത്ത് അറിയാമായിരുന്നു. ഒരു വാചകം വേണ്ടോ അടി കിട്ടാൻ. അപ്പോൾ ആ ഭവാനിയമ്മയുടെ മക്കളും കണ്ടപ്പൻ നായരുടെ മക്കളൊക്കെ ഇപ്പോൾ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്. അപ്പോൾ പ്രാദേശിക ചരിത്രകാരൻ ശ്രദ്ധിക്കേണ്ട ചില ഏരിയകളുണ്ട്. എന്തൊക്കെ പറയാം, എന്തൊക്കെ ഒളിച്ചു വെക്കണം എന്ന് പ്രാദേശിക ചരിത്രത്തിലുണ്ടെങ്കിൽ വലിയ രാഷ്ട്ര ചരിത്രത്തിൽ എന്തെല്ലാം ഒളിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം, എത്ര ഭീകരമായിട്ടുള്ള ഒളിച്ചു വെക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സത്യസന്ധമായിട്ട് ഉള്ള ചരിത്ര രചന എവിടെയെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും തമാശ തോന്നിയത് ഈ നോവലിലുള്ള പ്രാദേശിക ചരിത്രം അല്ലെങ്കിൽ ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ MT വളരെ പ്രസക്തമായ MTയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഒരു 14 വർഷം മുൻപാണ് MT വാസുദേവൻ നായർ ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച് 25 വയസ്സിൻ്റെ ഉള്ളിൽ 25ാമത്തെ വയസ്സിൽ ഏറ്റവും നല്ല മലയാള നോവലിനുള്ള അവാർഡ് അദ്ദേഹം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ബഷീർ, SK പൊറ്റക്കാട് അങ്ങനെയൊക്കെയുള്ള മലയാള സാഹിത്യത്തിലെ വൻമരങ്ങൾ എന്ന് പറയാവുന്ന ആൾക്കാരൊക്കെ നിൽക്കുമ്പോഴാണ് ഈ ആരും അറിയാത്ത ഒരു മെലിഞ്ഞ ഒരു പയ്യൻ വന്ന് ഏറ്റവും നല്ല നോവലിനുള്ള അവാർഡ് തകഴി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഉള്ളപ്പോഴാണ് സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല നോവലിനുള്ള അവാർഡിന് 4 കെട്ടിന് കിട്ടുന്നത്. അപ്പോൾ ആ 4 കെട്ടിൻ്റെ 50ാം വർഷം വാർഷികം ശ്രീ മുകുന്ദനൊക്കെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് 50ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊരു പ്രപ്പോസൽ ഉണ്ടാവുകയും അത് ആഘോഷിക്കാൻ തീരുമാനിക്കുകയും 4 ദിവസമായിട്ട് അത് ആഘോഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൂടല്ലൂർ പോയി. കൂടല്ലൂർ പോയപ്പോൾ അറിഞ്ഞ കുറേ കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കാരണം ഈ പറഞ്ഞ കൂട്ടത്തിൽ പട്ടിത്തറയിലുണ്ടായിട്ടുള്ള സംഭവം പോലെ ഇപ്പോൾ ഇന്നായിരുന്നു എങ്കിൽ MTക്കെതിരെ കേസ് വരും ആ നോവലിൻ്റെ പേരിൽ. കാരണം മിക്കവാറും ആൾക്കാരുടെ പേരൊക്കെ അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. സെയ്താലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ കോന്തുണ്ണി നായർക്ക് വിഷം കൊടുത്ത് കൊന്നതായിട്ടുള്ള ഒരു കേസ് അവിടെ പഴയ പൊന്നാനി താലൂക്കിൽ ഉണ്ടായിരുന്നു. ആ സെയ്താലിക്കുട്ടിയുടെ മകൻ്റെ മകനെ ഞാൻ കണ്ടു. അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊക്കെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, അന്ന് കാലത്തല്ലേ 50 കൊല്ലം മുമ്പ് ഇറങ്ങിയ നോവലല്ലേ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കേസ് കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അയാളുടെ ഉപ്പാടെ ഉപ്പയാണ് ഈ സെയ്താലിക്കുട്ടി എന്ന് പറഞ്ഞ ആൾ. കോന്തുണ്ണി നായർ എന്ന് പറഞ്ഞ ആൾ അയാൾ മരിച്ചു, വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചത്. കോന്തുണ്ണി വിരുന്നിന് വിളിച്ചു, അപ്പോൾ വിഷം കൊടുത്തു കൊന്നു എന്നാണ് കേസ്. വലിയോളപ്പിൽ ചന്തു എന്ന് പറഞ്ഞ ഒരാളുടെ മടിയിൽ കിടന്നിട്ടാണ് മരിച്ചത്. വലിയോളപ്പിൽ ചന്തു മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കുടുംബത്ത് ഇപ്പോൾ ഈ കൈവശം പറ്റിയത് എന്തോ മരുന്ന് കൊടുത്തിട്ട് ഛർദ്ദിപ്പിക്കുന്ന ഒരു 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 പ്രസ്ഥാനമുണ്ട്. അവിടെ നാനാ നിൽക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ചെല്ലുന്ന ആരോടും സംസാരിക്കാൻ സാധിച്ചില്ല. 127ഓളം കഥാപാത്രങ്ങൾ 4 കെട്ടിനകത്തുണ്ട്. ഈ 127 കഥാപാത്രങ്ങളുടെ പേരും അങ്ങനെ തന്നെയാണ് MT വാസുദേവൻ നായർ എഴുതിയത്. കോന്തുണ്ണി നായർ എന്നും, വലിയോളപ്പിൽ ചന്തുവിനെ വലിയോളപ്പിൽ ചന്തു എന്നും, സെയ്താലിക്കുട്ടി എന്നും, മുത്താച്ചി എന്നും, അങ്ങനെ പേരുകളൊക്കെ അങ്ങനെ തന്നെ, അവരുടെ ജീവിതം അങ്ങനെ തന്നെ. ഏതാണ്ട് ഒരു ചരിത്ര പുസ്തകമായിട്ടത് മാറ്റാം. അത് പക്ഷേ ചരിത്ര പുസ്തകം അല്ലാണ്ടാവുന്നത് ഈ അപ്പുണ്ണി എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു കഥാപാത്രമാണ് അതിൽ ഒരു എന്താ പറയുക സർഗാത്മക പ്രവർത്തനത്തിൻ്റെ അടയാളമായിട്ടുള്ളത്. ഈ അപ്പുണ്ണിയിലൂടെയാണ് ഇത് കാണുന്നത്. അപ്പുണ്ണി മാത്രമില്ല, ബാക്കിയുള്ളവരൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ചരിത്രവും നോവലും തമ്മിൽ ഇത്ര ഇടകലർന്ന് നിൽക്കുന്ന ഒന്നായി നിൽക്കുന്ന ഒരു പുസ്തകം വേറെ അധികം കാണില്ല. കാരണം ഇന്നാണ് ഞാൻ എഴുതില്ല, കോവിലൻ തട്ടകം എഴുതുമ്പോൾ കണ്ടാണിശ്ശേരി എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്തിൻ്റെ പേര് മുപ്പിലശ്ശേരി എന്നാണ് എഴുതിയത്. അപ്പോൾ എന്താ കണ്ടാണിശ്ശേരി എന്ന് എഴുതിയാൽ കുഴപ്പം? കണ്ടാണിശ്ശേരി എഴുതിയാൽ കുഴപ്പമുണ്ടാവും. അത് കാരണം അപ്പം ചരിത്രാന്വേഷികൾ നോവൽ വായിക്കുകയോ നോവല് സർഗാത്മക കൃതികൾ വായിക്കുന്ന ആൾക്കാർ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടും രണ്ടായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ സത്യം ഉണ്ടാവും, പക്ഷെ ആ സത്യം ഈ നോവലിൻ്റെ സർഗാത്മക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനകത്ത് നിൽക്കുള്ളൂ. അതൊരു ചരിത്രമായിട്ട് കിട്ടൂല. ഇപ്പം ഈ
പല ചരിത്രങ്ങളും പ്രാദേശിക ചരിത്രങ്ങളും നമ്മൾക്ക് ഇല്ലാതെയായി പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ പ്രാദേശിക ചരിത്രത്തിൽ അങ്ങനെ കനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ലോക ചരിത്രം എഴുതുന്ന പോലെയോ ഇന്ത്യ ചരിത്രം എഴുതുന്ന പോലെയോ കേരള ചരിത്രം എഴുതുന്ന പോലെയോ കൊച്ചി രാജ്യ ചരിത്രം എഴുതുന്ന പോലെയോ ഇപ്പോൾ കോട്ടപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലത്തെ ഒരു സ്ഥലത്തിന് ചരിത്രം എഴുതാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല. കൃത്യമായിട്ട് എഴുതിയാൽ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഗതിയായിട്ട് മാറും. കാരണം ആ മനുഷ്യരൊക്കെ അവിടെ ജീവിച്ചിരിക്കുന്നതാണ് അവിടുത്തെ. അപ്പോൾ അവിടത്തേക്ക് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ വളരെ അധികം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രാദേശിക ചരിത്രങ്ങളില്ല. പിന്നെ പ്രാദേശിക ചരിത്രങ്ങൾ അറിയാനുള്ള ഒരു സാധ്യതകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെയായിട്ടുണ്ട്. കാരണം ഈ ആൾക്കാർക്ക് കേട്ട് ചരിത്രം പഠിക്കാനും അറിയാനുമുള്ള സാഹചര്യങ്ങൾ ഇന്ന് കേരളത്തിൽ ഇല്ല. കേരളത്തിൽ വീടുകൾ തമ്മിൽ പരസ്പരം സംസാരിക്കാറില്ല. ഇപ്പോൾ കല്യാണ മണ്ഡപങ്ങളിൽ പോയാൽ കല്യാണം കഴിഞ്ഞ് സദ്യ അടിച്ച് പോരുക എന്നല്ലാതെ അവിടെ ഇരുന്ന ആൾക്കാരൊന്നും സംസാരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. പഴയ കാലത്ത് ഈ വീടുകൾക്ക് മതിലുകളില്ല. അപ്പോൾ എൻ്റെ ഗ്രാമത്തിലൊന്നും മതിലില്ല, വേലിയില്ല. എല്ലാ വീട്ടുകാർക്കും എപ്പോഴും എങ്ങോട്ട് വേണമെങ്കിൽ പോകാം, ഏത് സമയത്ത് വേണമെങ്കിലും കയറി വരാം, സംസാരിക്കാം. രാത്രിയൊക്കെ സംസാരിച്ചിട്ട് 12 മണി വരെയൊക്കെ കുടുംബചരിത്രം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കിടന്നിട്ട് പറയും. എൻ്റെ അമ്മയും CV ശ്രീരാമൻ്റെ അമ്മയൊക്കെ കൂടി അവർ കസിൻ സിസ്റ്റേഴ്സാണ്. അവർ വിരുന്ന് വന്നു കഴിഞ്ഞാൽ രാത്രി ഞാൻ ചിലപ്പോൾ സെക്കൻഡ് ഷോ ഒക്കെ വിട്ടിട്ട് നോക്കുമ്പോൾ ആൾക്കാർ വർത്തമാനം പറയണം. അപ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ പറയും, എടേ കോട്ടപ്പടിക്ക് കൊണ്ടുപോയ കൗസല്യയ്ക്ക് 4 മക്കളല്ലായിരുന്നു, അവളുടെ ഭർത്താവ് കുളമ്പിലല്ലായിരുന്നു, അയാൾക്ക് അവിടുന്ന് എന്താ പറ്റി, അയാൾ അവിടുന്ന് ഒരു സിംഗളത്തിനെ കല്യാണം കഴിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഞാനും കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരു കുടുംബചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുടുംബചരിത്രം പറയുന്ന സാഹചര്യങ്ങൾ, കൃഷിയിടങ്ങളിൽ സ്ത്രീകൾ തമ്മിൽ കുടുംബചരിത്രം പറയുമായിരുന്നു, ചായപ്പിടികളിൽ നാട്ടുചരിത്രം പറയുമായിരുന്നു, അതുപോലെ കള്ള് ഷാപ്പുകളിൽ ഇരുന്നിട്ട് ചരിത്രം പറയുമായിരുന്നു. അത്തരത്തിലുള്ള ഇടങ്ങളൊക്കെ ഇപ്പം മലയാളിക്ക് ഇല്ലാതെയായി. ചരിത്രം അറിയാൻ യാതൊരുവിധ വഴിയുമില്ല, പുസ്തകങ്ങളുമില്ല. പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ ഈ പട്ടിത്തറയിൽ ഉദ്ഘാടനം ചെയ്ത പോലത്തെ പുസ്തകം ഇപ്പോൾ എഴുതാൻ പറ്റില്ലല്ലോ. അതാണ് യഥാർത്ഥ ചരിത്രം. പക്ഷെ അത് നമുക്ക് കേൾക്കാനുള്ള അവസരങ്ങളില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, മലയാളി വീട് വെക്കുന്നതിന് മുൻപ് ആദ്യം മതിൽ കെട്ടുന്നു, പിന്നെ ഗേറ്റ് വെക്കുന്നു, പിന്നെ പട്ടിക്കൂട് പണിയുന്നു. എല്ലാം ചെയ്തതിന് ശേഷമാണ് എവിടെയാണ് വീട് വെക്കേണ്ടത് എന്ന് തച്ചനെ വിളിച്ചു കൊണ്ടുവന്ന് കുറ്റിയടിക്കുന്നത്. കാരണം ഒരു വീട്ടിലെ കുട്ടിയും പുറത്തു പോകരുത്, വേറെ ഒരു വീട്ടുകാരും നമ്മുടെ വീട്ടിലേക്കും വരരുത് എന്നാണ് എല്ലാ വീടിൻ്റെയും മനുഷ്യാലയ ചന്ദ്രിക പറയുന്നത്. കാരണം നമ്മുടെ വീട്, എൻ്റെ കുട്ടി, എൻ്റെ പട്ടി, എൻ്റെ പൂച്ചട്ടി എന്നിങ്ങനെ ടീ 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വയം ചുരുങ്ങുന്ന ഒരു കാലത്ത് ആർക്കെങ്കിലും നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഗ്രാമത്തിൻ്റെ, നമ്മുടെ വീടിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം അറിയണം എന്ന് വെച്ചാൽ അച്ഛൻ്റെ അച്ഛന് അപ്പുറം അറിയില്ല. പഴയ കാലത്ത് ഇത് അറിയാനുള്ള സൗകര്യങ്ങളൊക്കെ കൂടിയാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളിലൂടെ നിലനിന്നിരുന്നൊരു ചരിത്രമുണ്ട്. മനുഷ്യർ പരസ്പരം ഓർത്തിരുന്ന ചരിത്രമുണ്ട്. ഓരോ നാടിനും അതിൻ്റെതായ കള്ളന്മാരുടെ ചരിത്രമുണ്ട്, അതുപോലെ വാറ്റുകാരുടെ ചരിത്രമുണ്ട്, വേശ്യകളുടെ ചരിത്രമുണ്ട്, വ്യഭിചാരികളുടെ ചരിത്രമുണ്ട്. അതുപോലെ പല തരത്തിൽപ്പെട്ട ലെയറിലുള്ളതാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാവരും രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ഒന്നുമല്ല. ആ ഏറ്റവും താഴ്ത്തട്ടിലൊരു വിധം മനുഷ്യരുണ്ട്. ഇവർക്കൊന്നും ഒരിക്കലും ഒരു ചരിത്ര പുസ്തകത്തിലും ഇവരെ പറ്റിയിട്ട് പറയുന്നില്ല. എല്ലാവരും പറയും മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നുമില്ല എന്ന്. മഹാഭാരതത്തിലെ ഏതെങ്കിലും തൂപ്പുകാരിയുടെ കഥയുണ്ടോ? മഹാഭാരതത്തിലെ ഏതെങ്കിലും തയ്യൽക്കാരൻ്റെ കഥയുണ്ടോ? ഏതെങ്കിലും തട്ടാൻ്റെ കഥയുണ്ടോ? ഏതെങ്കിലും കരുവാൻ്റെ കഥയുണ്ടോ? പണിയെടുക്കുന്ന ആരുടെയെങ്കിലും കഥകളുണ്ടോ? ഒക്കെ രാജാക്കന്മാരുടെ, യുദ്ധവീരന്മാരുടെ, ഇവരുടെയൊക്കെ കഥകളേ ഉള്ളൂ. ഇതിനോടൊക്കെ ചെറിയ ഒരു കലഹം എന്നുള്ള നിലക്കൊക്കെ തന്നെയാണ് നമ്മൾ വേറിട്ട കാഴ്ചകൾ എടുക്കുമ്പോൾ ഈ റോട്ടിൽ കിടക്കുന്ന മനുഷ്യർക്കും ചരിത്രമുണ്ട്, അവർക്കും പറയാനുണ്ട്, അവർക്കും മീഡിയയുടെ മുന്നിൽ വരാം. ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക്, പാലത്തിൻ്റെ അടിയിൽ വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാർക്ക്, PWDയിൽ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക്, ഇവർക്കൊക്കെ ചരിത്രമുണ്ട്. അതിൽ നിന്നൊക്കെയാണ് പ്രാദേശിക ചരിത്രം പൂർണ്ണമാവുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യ ചരിത്രം പൂർത്തിയാവുന്നത്. മനുഷ്യ ചരിത്രം വേറെ ഒരു ലെയറിലുള്ള ആൾക്കാർക്ക് മാത്രം ഉള്ളതാണെന്നും അത്തരം മനുഷ്യർക്കൊന്നും, അതായത് താഴ്ത്തട്ടിലുള്ളവർക്കൊന്നും ഉള്ളതല്ല ചരിത്രമെന്നും പറയുന്ന
അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അതായത് പ്രായപൂർത്തിയായപ്പോൾ അരുന്ധതി റോയിയോട് അവരുടെ അമ്മ പറഞ്ഞു, മേരി റോയ് പറഞ്ഞു. ആ മേരി റോയ് പറഞ്ഞത് അവരുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് അവരുടെ അമ്മ മേരി റോയ്ക്കാണ്. മേരി റോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവർ എഴുതുന്നുണ്ട്, 4-5 വാചകങ്ങൾ എഴുതുന്നുണ്ട്. അതിൽ വളരെ നിർണായകമായ ഒരു വാചകം, ടു മേരി റോയ് ഹൂ ഗ്രോ മീ അപ്പ്, who taught me to say excuse me before interrupting her in public, who loved me enough to let me go. എന്നെ പോകാൻ അനുവദിച്ച അമ്മയ്ക്ക്, ഈ വീട്ടിൽ നിന്ന്, ഈ കൂട്ടിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ട അമ്മയ്ക്ക്. അങ്ങനെ പുറത്താക്കപ്പെട്ട അരുന്ധതി അമ്മ, മകൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ, മകൾ യുവതിയായപ്പോൾ അമ്മ പറഞ്ഞു, പ്ലീസ് ഗെറ്റ് ഔട്ട്, ഇനി നിന്നെ പോറ്റാൻ എനിക്ക് വയ്യ. കടമ്മനിട്ടയുടെ തള്ളക്കോഴി പറഞ്ഞ പോലെ നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അരുന്ധതി ഇന്ത്യ മുഴുവൻ തെണ്ടി നടന്നു. വിജയവാഡയിലെ റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടർമാർ കഞ്ചാവ് വിൽപ്പനക്കാരോടൊപ്പം ജീവിച്ചിട്ടുണ്ട്, ഭിക്ഷക്കാരുടെ ഒപ്പം ജീവിച്ചിട്ടുണ്ട്. ഗോവയിലെ കടൽ തീരത്ത് വിനോദസഞ്ചാരികൾ കുടിച്ച് വലിച്ചെറിഞ്ഞ ബീർ ബോട്ടിലുകൾ പെറുക്കി വിറ്റിട്ട് അരുന്ധതി റോയ് ജീവിച്ചിട്ടുണ്ട്. ആ ജീവിതത്തിൽ നിന്നാണ് ചരിത്രം അറിയുന്നത്, ഇന്ത്യ എങ്ങനെയാണെന്ന് അറിയുന്നത്. അതിൽ നിന്നാണ് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ഉണ്ടാവുന്നത്, അവരൊരു പൊളിറ്റീഷ്യനായിട്ട് മാറുന്നത്. ആ അറിവ് ഉള്ളവർക്കാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നോവലുകൾ അല്ലെങ്കിൽ നോവലുകൾ എഴുതാനുള്ള പ്രാഥമികമായിട്ടുള്ള അറിവ് ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു അറിവാണത്. കാരണം അങ്ങനെ മനുഷ്യരെ അറിയണം, തൊട്ടറിയണം, സംസാരിക്കണം. മനുഷ്യരെങ്ങനെയാണ്, ഇന്ത്യ എങ്ങനെയാണ് പുലരുന്നത്, എങ്ങനെയാണ് ഇന്ത്യ ജീവിക്കുന്നത്, എങ്ങനെയാണ് ദളിതൻ ജീവിക്കുന്നത്, എങ്ങനെയാണ് സവർണൻ ജീവിക്കുന്നത്, എങ്ങനെയാണ് യു പിയിലെ മുസ്ലിം ജീവിക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ. അപ്പോഴാണ് നമ്മുടെ ചരിത്രം വേറൊരു ലെയറായിട്ട് അതിൻ്റെ ഇടയിൽ ശക്തിമത്തായ ഒരു ഫൗണ്ടേഷനായിട്ട്, ഒരു തറയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായിട്ട് ചരിത്രം കിടക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നൽ മാത്രമാണ്. ഇനി ബാക്കിയുള്ളത് കുറച്ച് രാമകൃഷ്ണൻ പറയുന്നു വിചാരിക്കാം. ശ്രീരാമേട്ടൻ പറഞ്ഞ പോലെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ അംഗീകൃത ചരിത്ര രചനയുടെ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരുടെ അവരുടെ ചരിത്രം, പലതരത്തിലുള്ള പ്രാദേശിക ചരിത്രങ്ങൾ രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി അത് യഥാർത്ഥത്തിൽ നോവൽ പോലെയുള്ള സാഹിത്യ രൂപങ്ങളിലാണ് കൃത്യമായിട്ടത് അടയാളപ്പെടുത്തും. അത് പക്ഷേ ഒരു ചരിത്രത്തിൻ്റെ നിഷ്ഠകളോടുകൂടിയായിരിക്കില്ല. ചരിത്രമാണ് എന്നുള്ള അവകാശപ്പെട്ടുകൊണ്ടുമല്ല. ഞാൻ എഴുതിയ സമയത്ത് ആദ്യത്തെ വാചകം ടിഗോരയിൽ എഴുതിയത് ഇത് ചരിത്രമല്ല. യഥാർത്ഥ ചരിത്രം അതിൻ്റേതായിട്ടുള്ളൊരു മെത്തഡോളജി അനുസരിച്ച് പഠിക്കുകയും അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ചരിത്രകാരന്മാരുടെ അവരുടെ ഒരു വഴിയാണ്. വളരെ കൃത്യമായ ചരിത്രം ആണ് അറിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വായനക്കാർ സ്വാഭാവികമായിട്ട് അത്തരം പുസ്തകങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നതാണ് തന്നെ. പക്ഷേ അവർ നേരത്തെ ശ്രീരാമേട്ടൻ സൂചിപ്പിച്ച പോലെ ഈ പുറത്താക്കപ്പെട്ടവരുടെ ചരിത്രം അവർ രേഖപ്പെടുത്താറില്ല. അത് പലപ്പോഴും അത്തരം ചരിത്രം അപ്രസക്തമായി പോകുന്നു. അധികാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അധികാരത്തിൻ്റെ താല്പര്യങ്ങൾ, അധികാരത്തിനോട് കലഹിക്കുന്ന അത്തരത്തിലുള്ള ചരിത്രങ്ങളാണ് പലപ്പോഴും നമ്മൾ ചരിത്രം എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെയായിട്ട്. വളരെ താഴെത്തട്ടിൽ നടക്കുന്ന സാധാരണക്കാരുടെ ജീവിതം, സാധാരണക്കാരുടെ ചരിത്രം, അവരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്താനുള്ളൊരു വഴി എന്നുള്ള നിലയ്ക്ക്, എന്നാൽ അത് ചരിത്രത്തിൻ്റെ ഒരു സാമ്പ്രദായികമായ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചല്ലാണ്ട് കുറേയും കൂടെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നിർവഹിക്കപ്പെടുന്ന നോവലുകളിൽ ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും അരുന്ധതിയുടെ കാര്യം ശ്രീരാമേട്ടൻ പറഞ്ഞ വലിയ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്രയും കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. മിക്കവാറും എഴുത്തുകാർ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ എഴുത്തുകാരനെ സംബന്ധിച്ചും ഓരോ എഴുത്തുകാരിയെ സംബന്ധിച്ചും അവരുടേതായിട്ടുള്ള വഴികൾ വേറെയായിരിക്കുന്നു. താൻ ജീവിക്കുന്ന തൻ്റെ ചുറ്റുമുള്ള
സമൂഹത്തെ, തൻ്റെ ചുറ്റുമുള്ള ലോകത്തിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് കഥയുടെ സാധ്യതകളിലേക്ക് എത്തുകയാണ് ചെയ്യും. ആ കഥയുടെ സാധ്യത എത്തുമ്പോൾ ചരിത്രകാരൻ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ ഇമാജിനേഷൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ചരിത്രമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ചില വ്യക്തികളും അവരുമായിട്ടുള്ള ബന്ധങ്ങളുമായിട്ട് ഉള്ളൊരു കാര്യം രേഖപ്പെടുത്തുകയാണെങ്കിൽ ചിലപ്പോൾ പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കാൻ പറ്റാതെ വരികയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അതുമായിട്ടുണ്ടാകുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു ചരിത്രത്തിനും അത്ര കണ്ട പ്രസക്തി ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ സമഗ്രമായ സാമൂഹ്യ വീക്ഷണത്തോടു കൂടി അതിൽ നിന്ന് സമാനമായ രീതിയിലുള്ള പല ആളുകളുടെ കഥകളിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സർഗാത്മകമായ രചനയാണ് ഒരു കാലത്തിനെ അല്ലെങ്കിൽ ഒരു ദേശത്തിനെ നമ്മുടെ മുമ്പിലേക്ക് അടയാളപ്പെടുത്തി തരും. നോവലുകളിൽ നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. കോവലൻ്റെ നോവൽ എടുത്താലോ അല്ലെങ്കിൽ OV വിജയൻ്റെ വളരെ പ്രസിദ്ധമായ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നോവൽ നമ്മൾ വായിക്കുമ്പോൾ അത് വായിച്ചു കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ തസ്രാക്ക് എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും നേരത്തെ നാലുകെട്ടിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ ഖസാക്കിൽ പറയുന്ന പല സ്ഥലങ്ങളും അതിലെ ഞാറ്റുവരയോ അല്ലെങ്കിൽ അത് അവിടെയുള്ള വലിയ രാജാവിൻ്റെ കുളം എന്ന് പറയുന്ന സ്ഥലം, പള്ളി, അതായത് സ്ഥലങ്ങളെല്ലാം നമ്മൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. പല കഥാപാത്രങ്ങളും ഇതിനു മുമ്പ് നോവൽ പറഞ്ഞ കഥാപാത്രങ്ങളുടെ അടുത്തയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയിൽ പെട്ട ആളുകളെയൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആ ഗ്രാമത്തിനെ അതിൻ്റെ സൂക്ഷ്മതയിലൂടെ അതിൽ സൃഷ്ടിക്കുകയും അതിൽ ഈ ഇപ്പം നാലുകെട്ടിലെ അപ്പുണ്ണി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിനെ ഫിക്ഷണലായിട്ട് സൃഷ്ടിക്കുന്നതിന് സമാനമായി തന്നെ ഖസാക്കിൽ നമുക്ക് രവി എന്നുള്ള കഥാപാത്രത്തിനെ ഇപ്പം ബാക്കിയുള്ള ആളുകളെല്ലാം നമുക്ക് അവിടെ പോയാൽ കാണാം. ഖസാക്കിലുള്ള ഓരോ ആളുകളുടെയും അടുത്ത തലമുറക്കാരെ കാണാം. പക്ഷേ രവി OV വിജയൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പം OV വിജയൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇപ്പം ഒരു നോവലെഴുത്തൊരു സർഗാത്മകമായ പ്രവൃത്തി ആയതുകൊണ്ട് ആ ക്രിയേറ്റിവിറ്റിയാണ് ആ എഴുത്തുകാരനെ ഉയർന്നൊരു തലത്തിലേക്ക് എത്തിക്കുന്നത്. ആ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത അതിൽ കൂടെ പക്ഷേ നമുക്ക് ഒരു 50കളിലെ പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ഒരു നേർചിത്രം, വളരെ കൃത്യമായൊരു നേർചിത്രം, അവരുടെ ജീവിതം, അവരുടെ നടന്നിരുന്ന ചർച്ചകൾ, അവരെ ബാധിച്ചിരുന്ന വിഷയങ്ങൾ, ഇതെല്ലാം നമുക്ക് ഖസാക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ 50കളിലെ ഒരു പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ചരിത്രം അതിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കും. ഇതുപോലെ നിരവധി കൃതികൾ നമുക്ക് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാവുന്ന ചില പുസ്തകങ്ങളിലേക്ക് പോയിരുന്നു. പക്ഷേ ഇതിൽ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം, ഒരു നോവലിസ്റ്റ് ഇതിനെ സമീപിക്കുന്നത് ഒരേ സമയം തൻ്റെ കഥ പറയാനുള്ള സാധ്യതയായും ഒരു ചരിത്രകാരൻ്റെ കൃത്യതയിലേക്കല്ല, മറിച്ച് അതിൽ നിന്ന് തൻ്റെ കഥ മെനഞ്ഞെടുക്കാനുള്ള, തനിക്ക് ആ കഥ പറയാനുള്ള ഒരു വഴി കൂടിയാണ്. ആ കഥ പറയുമ്പോൾ ആ ദേശത്തിൻ്റെ ചരിത്രം അതിൽ കൂടെ രേഖപ്പെടുത്തണം. ഇപ്പം ഇത് ഇത്തരം പുസ്തകങ്ങൾ മാത്രം, ഇപ്പം ഞാൻ നേരത്തെ റുഷ്ദി സൂചിപ്പിച്ചു, അതേപോലെ ആഗോളതലത്തിലുള്ള ഏത് എഴുത്തുകാരുടെ കൃതികളെടുത്താലും അവർ വളരെ ഗൗരവമായിട്ട് തന്നെ സമീപിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വളരെ പ്രാദേശികമായ ചരിത്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അത് വേറെ ചില തരത്തിലുള്ള ചില വെല്ലുവിളികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു. ഒന്നാമത് മറ്റ് ഇടങ്ങളിൽ ഭാവനയ്ക്ക് പോകാവുന്ന അത്ര തന്നെ ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. കുറച്ചും കൂടെ പുറകിലേക്കുള്ള ഒരു ചരിത്രത്തിലേക്ക്, ഒരു 1000 കൊല്ലം മുമ്പേ ഉള്ളൊരു ചരിത്രത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ 500 കൊല്ലം മുമ്പുള്ള ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഒരു 50 കൊല്ലോ 60 കൊല്ലം മുമ്പുള്ള ചരിത്രത്തിലേക്ക് പോകുമ്പോൾ കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്നു, പല കാര്യങ്ങളും അതേ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എഴുത്തുകാരൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട്. നേരെ മറിച്ച് കുറച്ചും കൂടെ പുറകിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ഇട്ടിക്കോറയിൽ ഒരു 500 കൊല്ലത്തോളം പുറകിലുണ്ട്, അല്ലെങ്കിൽ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകിയിൽ 1000 കൊല്ലം പുറകിലേക്ക് 1000 കൊല്ലം പുറകിലേക്ക് പോകുമ്പോൾ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ വലിയ ഒരു സ്വാതന്ത്ര്യം ആണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളൊരു കഥാപാത്രത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ക്രിയേറ്റ് ചെയ്ത കഥാപാത്രത്തിനെ ഏത് തരത്തിലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ 2014 പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൻ്റെ 2010 ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത്ര കണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നോവൽ എന്നുള്ള ആ ഒരു സാഹിത്യ രൂപത്തിന് ഇത്തരം പ്രാദേശിക ചരിത്രങ്ങളുടെ രേഖപ്പെടുത്തലുകളുമായി, അല്ലെങ്കിൽ പ്രാദേശിക എന്നല്ല ദേശ ചരിത്രങ്ങളുടെ ഒരു
സൂക്ഷ്മമായ ആഖ്യാനത്തിൻ്റെ ഒരു സാധ്യത വളരെ കാര്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും അത് തന്നെയായിരിക്കും ഓരോ കാലഘട്ടത്തിലും നമുക്ക് ആ പ്രദേശങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ആ കാലത്തിലേക്കുള്ള കിളിവാതിലുകളായിട്ട് മാറുന്നു. നമ്മൾ ഇപ്പം മുറഗാമിയുടെ ഒരു പുസ്തകം വായിക്കും. ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഒരു ദേശത്തിലേക്ക് എത്തുക. ആ ദേശത്തിൻ്റെ ജപ്പാൻ്റെ ഇതായിട്ടുള്ള അവരുടെ ജീവിതമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ആ കാലത്തിൻ്റെ അദ്ദേഹം കഥ എഴുതുന്ന കാലത്തിൻ്റെ സവിശേഷതകൾ, ഇതെല്ലാം ഇപ്പോൾ ഹെമിംഗ്വേഡ് വായിക്കുമ്പോൾ, ഏതും എഴുത്തുകാരൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് എത്തുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രാദേശിക ചരിത്രം രചന സാധ്യമല്ലാത്ത വരുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു പകരം വയ്ക്കലായിട്ടോ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ കാലത്തിനെ അതിജീവിക്കുന്ന തരത്തിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള എഴുത്തായിട്ട് മാറുകയും ചെയ്യും. ചില സമയത്ത് ഇത് അതായിരിക്കും ബാക്കി നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരേ ഒരു രേഖ. ചില ഇടത്തിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ലാതെ ഇത്തരം സാഹിത്യകൃതികൾ മാത്രം ആശ്രയമായിത്തീരുന്നു. എന്ന് വെച്ചാൽ പഴയ കാലത്തെ പോലെ ശിലാശാസനങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്ന കാലം. ഇപ്പോൾ രാജരാജ ചോളൻ്റെ കാന്തല്ലൂർ കളമറുത്ത രാജരാജ ചോളൻ എന്ന് പറയുന്ന ആ വലിയ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ശിലാശാസനമാണ്. അത് നമുക്കൊരു വഴികാട്ടിയായിട്ട് നിൽക്കുന്ന പോലെയുള്ളൊരു കാലമല്ല. അപ്പോൾ പലപ്പോഴും ഇത്തരം രചനകൾ, ഇപ്പം സാഹിത്യം മാത്രമല്ല, സിനിമയ്ക്ക് അതിൽ വലിയ ഒരു റോളുണ്ട്. സാഹിത്യത്തെ പോലെയോ അതിൽ കൂടുതലോ ചിലപ്പോൾ നമ്മൾ ലോകത്തെ ഭാവിയിൽ കാണുന്നത് മറ്റു പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൃത്യമായിട്ട് കാണുന്ന സിനിമകളിൽ കൂടിയായിരിക്കാം, മറ്റ് കലാരൂപങ്ങളിലൂടെയായിരിക്കും, സംഗീതത്തിലൂടെയാവാം. പല രീതിയിലുള്ള കലയുടെ ഒരു ധർമ്മം കാലത്തിനെ ആവിഷ്കരിക്കുക എന്നത് കൂടിയാണ്. ആ കാലത്തിനെ ആവിഷ്കരിക്കുന്നതിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള പല വഴികൾ പ്രാദേശികമായ രേഖപ്പെടുത്തലിൻ്റെ സാധ്യതയെ ഉപയോഗിക്കുന്നു. പക്ഷേ അത് ചില സമയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ അത് വളരെ യാഥാർത്ഥ്യമാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് എടുക്കുകയും അത് വളരെ കൃത്യമായിട്ടുള്ള ചരിത്രമാണെന്നുള്ള രീതിയിലേക്ക് അതെടുത്താൽ വലിയ അപകടത്തിൽ പോകും. എന്ന് വെച്ചാൽ ഇതിലൊക്കെ എഴുത്തുകാരൻ്റെ ഭാവന വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം, എഴുത്തുകാരൻ സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടാവാം. ഇപ്പോൾ CVയുടെ കൃതികളുടെ കഥാപാത്രങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു എഴുത്തുകാരൻ്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ്, അവർ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ മറ്റ് ജീവിച്ചിരുന്ന യഥാർത്ഥത്തിലുള്ള കഥാപാത്രങ്ങളും കൂടി ഇതെല്ലാം ഒരേപോലെ യാഥാർത്ഥ്യമാണെന്നുള്ളൊരു ധാരണയിലേക്ക് എത്താൻ കഴിയുമില്ല. പക്ഷേ അത് വലിയൊരു ആ കാലത്തിനെ അറിയാനുള്ള വലിയൊരു വഴിയുമാണെന്നാണ് തോന്നുന്നു. കുറച്ചൊരു കോംപ്ലക്സ് ആണ് കാര്യം. ഈ തിരുവിതാംകൂറിനും കൊച്ചിക്കും മലബാറിനുമൊക്കെ സെൻട്രൽ ജയിലുകളുണ്ട്. ഓരോ സെൻട്രൽ ജയിലുകളുണ്ട്. ഇവിടെ പൂജപ്പുരയിലുണ്ട്, തൃശ്ശൂർ വിയ്യൂരുണ്ട്, ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്. ഞാൻ ഈ തൃശ്ശൂർ സെൻട്രൽ ജയിലിൻ്റെ മുൻപ് കൂടെ സാധാരണ പോകുന്ന സമയത്ത് ഒരു 10 കൊല്ലം മുൻപ് ഒരു സ്ത്രീ ഈ ജയിലിൻ്റെ മുൻപിലുള്ള ഒരു വലിയ ശിലാഫലകമുണ്ട്, വലിയ ഒരു ശില. അത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഒരു ചന്ദനമൊക്കെ പുരട്ടി അതിങ്ങനെ പൂജയൊക്കെ നടത്തി അവിടെ നിന്നിട്ട് അവർ കീർത്തനങ്ങളൊക്കെ, തമിഴിൽ കീർത്തനങ്ങളൊക്കെ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായില്ല, അതെന്തോ നല്ല തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളായിരിക്കും, കുറച്ചുണ്ട്. പിന്നെ ആരോടെങ്കിലും ചോദിച്ചു എന്താ ഈ സംഭവം. ഒരു വലിയ കല്ല് അവിടെ മതിലിനോട് അനുബന്ധിച്ചുകൊണ്ട് വട്ടത്തിലുള്ള കരിങ്കല്ലാണ്. കരിങ്കല്ലിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും വന്നാൽ എന്തു വന്നാലും വേണ്ടില്ല എന്ന് ചോദിച്ചു നമ്മളവിടെ ഇറങ്ങിയ ആ സ്ത്രീയോട് ചോദിച്ചു എന്തിനാണ് നിങ്ങളിതിനെ പൂജിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ തമിഴിൽ പറഞ്ഞു എന്നോട്, നിൻ്റെ പോലത്തെ ഒരാൾ ആ കല്ലിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. കണ്ട കല്ലാന്ന് തോന്നുമെങ്കിലും നിൻ്റെ പോലത്തെ ഒരാളുണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് സുഖമില്ലാത്ത സ്ത്രീയാണെങ്കിൽ അതിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താ എഴുതി വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു. അത് എനിക്ക് தெரியாது എന്ന് പറയും. അപ്പോൾ അതിൽ പബ്ലിക് പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്, ഈ കല്ലിൻ്റെ മുകളിൽ ആ കൊല്ലമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ കൗതുകമായി, എന്താണ് ഈ ഒരു ജയിലിൻ്റെ മുമ്പിൽ പബ്ലിക് പാർക്ക് എന്ന് എഴുതി വെച്ചിട്ടുള്ള വലിയൊരു കല്ല് ഗേറ്റിൻ്റെ ഏതാണ്ട് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അന്ന് ജയിൽ സൂപ്രണ്ട്. അദ്ദേഹത്തിന് നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് വിളിച്ചു. ഈ ജയില് പബ്ലിക് പാർക്കായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് ഇത് ചരിത്രം എന്താണ് ഈ ജയിലിൻ്റെ എന്ന് ചോദിച്ചു. ഇത് പബ്ലിക് പാർക്കൊന്നുമല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇത് ജയിലാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ഇത് ജയിലൊന്നുമല്ല, അങ്ങനെ ചരിത്രമൊന്നുമില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു.
പല ആൾക്കാരോടും ചോദിച്ചു, എന്താണ് ഒരു കല്ല് അവിടെ ഉണ്ടല്ലോ, പബ്ലിക് പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, കൊല്ലമൊക്കെ എഴുതിയിട്ടുണ്ട്, ദിവാൻ പേഷ്കാർ ശങ്കരയ്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തേ സംഭവം എന്ന് ചോദിച്ചു. ആ പ്രദേശത്തുള്ള ഒരു മനുഷ്യനും അറിയില്ല. തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിക്കുന്നു, അവിടെ ഗവൺമെൻറ് ഓഫീസുകളിൽ PWDയിൽ അന്വേഷിക്കുന്നു, ജയിൽ വകുപ്പിൽ അന്വേഷിക്കുന്നു, പല സ്ഥലത്തും അന്വേഷിച്ച് എവിടെയും കിട്ടുന്നില്ല. അവസാനം സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന കൃഷ്ണൻ നായരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വാലത്ത് മാഷെ സ്ഥലനാമചരിത്രം അങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ വാങ്ങിച്ച് വായിച്ച് നോക്കൂ, ചിലപ്പോഴങ്ങനെ കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഈ പുസ്തകം വാങ്ങിച്ചപ്പോൾ വെയ്യൂർ ജയിലിൻ്റെ ചരിത്രം വളരെ കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ പബ്ലിക് പാർക്കായിരുന്നു. 1895 ദിവാൻ പേഷ്കാർ ശങ്കരയ്യ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം എക്വയർ ചെയ്തിട്ട് തൃശ്ശൂർ നിവാസികൾക്ക് വേണ്ടി ഉല്ലസിക്കുന്നതിനും കാറ്റുകൊള്ളുന്നതിനൊക്കെ വേണ്ടി സ്ഥാപിച്ച പൂങ്കാവനം പോലുള്ള ഒരു വലിയ പാർക്കായിരുന്നു അത്. സ്ഥാപിച്ചെങ്കിലും അവിടെ അധികം ആൾക്കാരൊന്നും കാറ്റ് കൊള്ളാൻ തൃശ്ശൂരിൽ നിന്ന് വന്നില്ല. അത് അങ്ങനെ കിടന്നു. കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നക്ഷത്ര ബംഗ്ലാവുകൾ ഉണ്ടായിരുന്നു, ഉദ്യാനങ്ങൾ ഉണ്ടായിരുന്നു, ഉദ്യാന പാലകരുണ്ടായിരുന്നു, ആരും വന്നില്ല. അതിനെപ്പറ്റി കൊടുങ്ങല്ലൂർ കുഞ്ഞുകൂട്ടൻ തമ്പുരാൻ കവിത എഴുതിയിട്ടുണ്ട്. ദിവാൻ പേഷ്കാർ കുണ്ടാം പ്രതിഭ മുഴുവൻ പാർക്കും ആ പാർക്കു കാണാം എന്ന് സന്ദേശത്തിലോ ഏതോ സന്ദേശത്തിലും എഴുതിയിട്ടുണ്ട്. ഇത്രയും വിവരങ്ങൾ അതിനുണ്ട്. പിന്നെ കിട്ടുന്ന അതിൽ ഈ വാലത്തുമാഷ എഴുതിയിട്ടുള്ളത് എന്താ വെച്ചാൽ 1895 സ്ഥാപിച്ച ആ പാർക്ക് പിന്നീട് അന്ന് കൊച്ചി രാജ്യത്തിൻ്റെ പാർക്ക് നിലനിന്നിരുന്നത് ഇപ്പോൾ ഹൈക്കോടതി നിൽക്കുന്ന സ്ഥലത്താണ്. അവിടെ വെള്ളം കയറിയിട്ടൊക്കെ ഈ രോഗികൾക്ക് മറ്റു സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പം ജയില് അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആലോചിച്ചപ്പോൾ ഇവിടെ മനുഷ്യർ പോകാത്ത ഒരു സ്ഥലം കിടക്കുന്നുണ്ട്, അത് ജയിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ദിവാൻ ബാനർജിയുടെ കാലത്ത് 1915 ഈ കൊച്ചി രാജ്യത്തിൻ്റെ സെൻട്രൽ ജയിൽ ഈ പൂങ്കാവനത്തിലേക്ക് മാറ്റുകയും പബ്ലിക് പാർക്ക് എന്നുള്ളത് മതിലിൻ്റെ സൈഡിലേക്ക് നീങ്ങുകയും അവിടെ വെച്ചിട്ട് അത് മതിലായി തീരുകയും ചെയ്ത ഒരു ചരിത്രം, മനോഹരമായ ചരിത്രമാണ്. ഈ ചരിത്രം വാലത്തുമാഷ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രം എഴുതുകയാണെങ്കിൽ ഒരു പക്ഷേ വായിക്കാൻ ആളുണ്ടാവും. പക്ഷേ വാലത്തുമാഷ അക്കാഡമിക് ചരിത്രമായിട്ട് ആരും അംഗീകരിക്കില്ല. അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറയും അങ്ങനെയുണ്ട് ഒരു വഴി, അതൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറയും. അത് അംഗീകൃത ചരിത്രമായിട്ടൊന്നും വാലത്തുമാഷ പറയില്ല. ചിലപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ച് കാണാം. അതുപോലെ വേറെ ഒരു ചരിത്രം, ഞാൻ സിനിമയിൽ അഭിനയിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കോഴിക്കോട് ഒരു വീടിനകത്ത് ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ പൊടിഞ്ഞ ചില പുസ്തകങ്ങൾ, ഒരേപോലുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ ഒരു കെട്ട് അവർ ഈ മറ്റേ ആർട്ട് ഡയറക്ടറുടെ കുട്ടികളത് മാറ്റുന്ന സമയത്ത് ഇങ്ങനെ ഒരു അളമാരിയുടെ നിന്ന് വീണു താഴേക്ക്. അപ്പോൾ ഒരേപോലുള്ള പുസ്തകങ്ങൾ ഒരു കെട്ട് പുസ്തകമുണ്ട്, ഒരു 500 പുസ്തകമാണ്, ചെറുതാണ് കേട്ടോ, ഈ പാട്ട് പുസ്തകത്തിനെക്കാട്ടി കുറച്ചുകൂടി വലിപ്പമുള്ളതാണ്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ 1911 അച്ചടിച്ചിട്ടുള്ള പുസ്തകമാണ്. ശ്രീനാരായണ ഗുരുസ്വാമി ജീവിച്ചിരിക്കുമ്പോൾ, കുമാരനാശാൻ ജീവിച്ചിരിക്കുമ്പോൾ കോഴിക്കോട് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. പുത്തൻതെരുവത്ത് രാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ മുനിസിപ്പൽ കൗൺസിലറായിട്ട് തിരഞ്ഞെടുത്തത് കാരണം അദ്ദേഹത്തിൻ്റെ സ്നേഹിതരെയൊക്കെ വിളിച്ചിട്ട് ഒരു സദ്യ കൊടുത്തു. ഈ സദ്യ കൊടുത്തതിൽ തീയ സമുദായത്തിൽപ്പെട്ട കുറേ ആൾക്കാരും പോയി ഈ സദ്യ കഴിക്കുകയും അവരെ തീയ ജാതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. കാരണം ഈ പുത്തൻതെരുവത്ത് രാമൻ തീയനല്ല, അതന്നെയാണ് കാരണം. അപ്പോൾ തീയനല്ലാത്ത ഒരാളുടെ വീട്ടിൽ പോയി അയാൾ തെക്കൻ കൊല്ലത്ത് നിന്ന് വന്ന നെയ്ത്തുകാരനാണെന്നും തീയർ സമുദായത്തിൽ ചേരാനുള്ള വിദ്യയാണ് ഈ സദ്യ കൊടുക്കൽ എന്നും ഒക്കെ ആരോപിച്ചിട്ടാണ് തീയ സമുദായത്തിൽ നിന്ന് ഇയാളെ പുറത്താക്കുന്നത്. ഈ 40 വീട്ടുകാരെ പുറത്താക്കുന്നത്. 40 വീട്ടുകാരെ പുറത്താക്കിയെന്ന് മാത്രമല്ല, ജാതിക്കലക്കം എന്നാണ് പറയുന്നത്. ഈ ജാതിക്കലക്കം കോഴിക്കോടിനെ പിടിച്ചു കുലുക്കി. ഏതാണ്ട് 100ഓളം വീടുകളെ വിലക്കി, ജാതി വിലക്കുണ്ടായി. അവരെ കല്യാണത്തിൽ വിളിക്കില്ല, മരണം പറയില്ല, പ്രസവിക്കാൻ കൊണ്ടുപോയ കുട്ടികളെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയച്ചില്ല, പറഞ്ഞുറപ്പിച്ച കല്യാണങ്ങൾ ക്യാൻസൽ ചെയ്തു. ഭീകരമായി. അതിൻ്റെ ഈ പട്ടാമ്പോയിൽ ചോയ്ക്കുട്ടി വൈദ്യർ എന്ന് പറഞ്ഞുള്ള ഒരാളുടെ വീട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു മധ്യസ്ഥത നടന്ന് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ടിൻ്റെ പുസ്തകമാണ് അവിടെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത്.
അത് ദ്രവിച്ച് ഒരു പൊടിയായിട്ട് ഇങ്ങനെ വീണതാണ്. കാരണം 1911 കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ SNDP ഉണ്ട്, 8 വർഷമായിട്ടുണ്ട് കുമാരനാശാൻ SNDPയുടെ സെക്രട്ടറി ആയിട്ട്. അദ്ദേഹം അരുവിക്കരയിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളപ്പോഴാണ് അവിടെ ഒരാളുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചതിന് ഈ തരത്തിലുള്ള കുഴപ്പങ്ങൾ കോഴിക്കോട് ഉണ്ടായത്. അപ്പോൾ ഇത് 3 രാജ്യമാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പിൽക്കാലത്ത് ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ മറഞ്ഞു പോയ ചില ചരിത്രങ്ങളുണ്ട്. ഇത് നാട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ. ആ പഴയ ആൾക്കാർക്ക്, ഇപ്പോൾ ആ കാലത്ത് ജീവിച്ചിരുന്നവരാരപ്പം ഉള്ളത്, കോഴിക്കോട്ട് ആരും ആ ചരിത്രം പറയാൻ നിൽക്കില്ല, അന്വേഷിക്കാൻ നിൽക്കില്ല. ഈ പുസ്തകം ഇങ്ങനെ വീണ കാരണം ഞാനത് എഴുതുകയും മാതൃഭൂമിയിൽ എഴുതുകയൊക്കെ ചെയ്തു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇതിനെ പറ്റിയിട്ട് എഴുതി. പിന്നെ എൻ്റെ പുസ്തകത്തിന് അത് ചെയ്തു. തീയരുടെ ജാതി എന്നുള്ളതിൽ പല ആൾക്കാരും അതിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള മറുപടികളൊക്കെ പറഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഞാൻ അന്ന് പറഞ്ഞതെന്ന് തെറി വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. തെണ്ടി നിനക്ക് എവിടെ നിന്ന് കിട്ടിയാൽ പട്ടി എന്നൊക്കെ ചോദിക്കും. പക്ഷെ ആ ഭാഗ്യത്തിന് സോഷ്യൽ മീഡിയ അക്കാലത്ത് ഇല്ലാത്ത കാരണം ഇത് ലേഖനത്തിലാണ് എഴുതിയത്. അത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം ഇത്തരത്തിലുള്ള പല ചരിത്രങ്ങളും നമ്മളുടെ ഇപ്പോൾ ഈ വിയ്യൂർ ജയിലിൻ്റെ പോലുള്ള, തീയരുടെ ജാതി കലക്കത്തിൻ്റെ പോലുള്ള ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും പ്രാദേശിക ചരിത്ര രചന അത് വളരെ കാര്യക്ഷമമായിട്ട് നമ്മുടെ നാട്ടിലില്ലാത്ത കാരണം അറിയാതെ പോവുകയും ഒരു ചരിത്രകാലം മറഞ്ഞു പോവുകയും ചെയ്യും. അത് നോവലിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് യാതൊരുവിധ പ്രസക്തി ഉണ്ടാവില്ല. കാരണം അതൊന്നും ചരിത്രം എന്ന് പറയില്ല. ഇപ്പം സൈദാലിക്കുട്ടി കോന്തോണി നായർക്ക് വിഷം കൊടുത്തത് അങ്ങനത്തെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴാണ് അങ്ങനെ ഉണ്ടായ സംഭവമാണ് എന്ന് പറയുന്നത്. ഈ നാലുകെട്ടിലെ 127 കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവരാണ്. അപ്പുണ്ണി മാത്രമാണ് സങ്കല്പ സൃഷ്ടിയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടും പറയുന്നത്. പല പുസ്തകത്തിലും ഇത് വളരെ സെർട്ടൈലായിട്ടാണ് വേണമെങ്കിൽ പറയുള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് ഹിസ്റ്ററിയുടെ ഭാഗങ്ങളൊന്നും നോവലുകളിൽ വന്നോളണമെന്നില്ല. അപ്പോൾ എനിക്ക് ഒരു അപേക്ഷ, അതായത് ഇതിൻ്റെ ബന്ധപ്പെട്ട ചരിത്ര വിഭാഗത്തിനോടോ സർക്കാരിനോടൊക്കെ പറയാനുള്ളത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ അവരുടെ നാട്ടുചരിത്രം എഴുതാനുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുത്ത് അതൊക്കെ പ്രിൻ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വരുന്ന തലമുറയ്ക്ക്, ഇപ്പോൾ ഞാൻ പഠിച്ച ഒരു ഗവൺമെൻറ് സ്കൂള് അതിന് 100 വർഷമായപ്പോൾ അതിന് ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു എന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയില്ല. അത് അന്വേഷണത്തിൽ അറിയില്ല. കാരണം അത് അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ സ്കൂൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ അറിയില്ല. എത്ര കുട്ടികളുണ്ടായിരുന്നു, എത്ര ക്ലാസ് ഉണ്ടായിരുന്നു എന്നൊന്നും അറിയില്ല. അപ്പോൾ സ്കൂളുകൾക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഈ പ്രാദേശിക ചരിത്രത്തെ നോവലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും പറയണ്ട. കാരണം നോവൽ വളരെ ഭീകരമായിട്ട് തിരതല്ലി വളരുകയാണ്. പക്ഷേ പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് വെള്ളം കിട്ടാതെ ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാദേശിക ചരിത്രത്തിനെ സംരക്ഷിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ, അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം സ്കൂളുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രമങ്ങൾ നടത്തിയാൽ കുട്ടികൾക്ക് ചരിത്രം എഴുതാനുള്ള, കുടുംബചരിത്രം എഴുതാനുള്ള, സ്വന്തം കഥ എഴുതാനുള്ള, നാടിൻ്റെ ചരിത്രം എഴുതാനുള്ള ഒരു പരിശീലന കളരി കൂടിയാവുകയും അത് വളരെ സഫലമായി തീരുകയും ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ നോവലിൽ ചരിത്രം തിരഞ്ഞിട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഉണ്ടായിരിക്കാം ചരിത്രം, പക്ഷേ അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. കാരണം അത് ഒരു ക്രിയാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർഗാത്മക സൃഷ്ടിയുടെ ഭാഗമായിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ അത് യഥാർത്ഥ ചരിത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോവലും ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നോവൽ വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. നോവൽ വായിക്കുന്ന ആൾക്കാർ നോവൽ വായിക്കും, അതിൽ ചരിത്രം ഉണ്ടെങ്കിൽ അത് നോവലിൻ്റെ ഭാഗമായി തീർന്ന സർഗാത്മക പേരുകളും ചരിത്രങ്ങളൊക്കെ തന്നെയാണ്. അപൂർവമായിട്ട് MT മാത്രമാണ് 4 കെട്ടിൽ യഥാർത്ഥ പേരുകൾ എഴുതിയിട്ടുള്ളൂ. കൂടല്ലൂരിന്ന് എഴുതി, മുത്താച്ചിക്ക് മുത്താച്ചിന്ന് എഴുതി, കോന്തുണ്ണിനായർക്ക് കോന്തുണ്ണിനായരെന്ന് എഴുതി. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ എഴുതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് കാലത്ത് എനിക്ക് അത് അങ്ങനെയൊക്കെ എഴുതാമെന്ന് തോന്നിയതെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതാൻ തോന്നിയത് അന്ന് കാലത്തൊക്കെ ഓക്കെ, പക്ഷേ ഇന്ന് കാലത്താണെങ്കിൽ കുഴപ്പമായിരുന്നു
അത് ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പം പിന്നെയും അദ്ദേഹം പലപ്പോഴും എഴുതുമ്പോഴൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ സർഗാത്മക പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് കാലം, അസുരവിത്ത്, നാലുകെട്ട് മുതലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോവലുകളും ചില ചെറുകഥകളും ഒക്കെയാണ്. അത് കൂടല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള അത് സ്വന്തം ഗ്രാമത്തിനെയും സ്വന്തം ജീവിതത്തെയും ആസ്പദപ്പെടുത്തിക്കൊണ്ടുള്ള നോവലുകളോളം വായനക്കാരെ മറ്റ് നോവലുകൾ ആകർഷിച്ചിട്ട് ഇല്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ രണ്ടാമൂഴവും മഞ്ചും അങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ തന്നെ ഉണ്ടെങ്കിലും ആത്മാംശമുള്ള അദ്ദേഹത്തിൻ്റെ ഈ രചനകളിൽ ആണ് വായനക്കാർ കൂടുതൽ ആകൃഷ്ടരായത്. അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൽ കുടുംബചരിത്രമുണ്ട്, നാട്ടുചരിത്രമുണ്ട്. ഒരു വെള്ളത്തിൽ മത്സ്യം എന്ന പോലെ ഒരു മനുഷ്യൻ സ്വന്തം ഗ്രാമത്തിൽ ജീവിച്ചതിൻ്റെ ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സാർ നമസ്കാരം. രാമകൃഷ്ണ സാറിനോടാണ്. ദേശചരിത്രം പറയുമ്പം സുഗന്ധിയിൽ സാർ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പഴയ കാന്തല്ലൂർ ശാല ആണ്. അപ്പോൾ സാറിൻ്റെ ആ നോവലിൽ എത്രത്തോളം അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണോ എഴുതിയത്, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊന്ന് എനിക്ക് പറഞ്ഞാൽ കൊള്ളാം. രണ്ട്, ശ്രീരാമേട്ടൻ പറഞ്ഞ ആ ഒരു തീയ കലക്കം എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു സിനിമയ്ക്കുള്ള സാധനമുണ്ട്. ഒരു 1921 മോഡൽ ഒരു സിനിമയ്ക്കുള്ള ഒരു സാധനമുണ്ട്. ശ്രീരാമേട്ടൻ കിട്ടുന്ന സമയം കൊണ്ടൊന്ന് ശ്രമിക്കണം ഇതിനുള്ള മറുപടി. അന്വേഷണങ്ങൾക്ക് ശേഷവും പരമാവധി നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകൾ ശേഖരിച്ചതിന് ശേഷവും തന്നെയാണ് കാന്തല്ലൂർ ശാലയെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്. ഇപ്പം ഒരുപാട് ഗവേഷണങ്ങൾ ഈ കാന്തല്ലൂർ ശാലയായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ട് പലപ്പോഴും എടുത്ത് ഉദ്ധരിക്കുന്നത് രാജരാജ ചോളൻ്റെ ശിലാശാസനം തന്നെയാണ്. അതിന് പുറമെ ഈ വിഴിഞ്ഞത്തുണ്ടായിരുന്ന ആ കോട്ടയുടെ സ്വഭാവത്തിനെ പറ്റി, അതിൽ പീരങ്കിത്തുളകളില്ലാതെ നിർമ്മിക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങളെപ്പറ്റി, ഇതിനെപ്പറ്റി പല കാര്യങ്ങളും ഒബ്സർവേഷൻസ് വരുന്നുണ്ട്. പിന്നെ ആ കാലത്തെ സാഹിത്യ കൃതികളിൽ നിന്ന്, സംഘകാല കൃതികളിൽ നിന്ന് ഒക്കെ നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകളായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അന്വേഷിച്ച് കിട്ടുന്ന അത്. ഞാൻ ഒരുപാട് ദിവസം തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആ കാലത്ത് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി താമസിച്ചിരുന്നു, യാത്ര ചെയ്തിരുന്നു. ഇപ്പം ചിത്രാൽ പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ ഇവിടെയുള്ള ഏകദേശം എല്ലാ സ്ഥലത്തും നടന്നും ഒരുപാട് പേരെ കണ്ട് സംസാരിച്ചിട്ടും ഒക്കെ തന്നെയാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഞാൻ അതൊരു ചരിത്രകാരനാണെന്നും അവകാശപ്പെടുന്നില്ല. ചരിത്രത്തിന് ഭാവനയുടെ ഒരു സാധ്യത ഉപയോഗിച്ച് കഥ പറയാനുള്ള വഴിയായിട്ടാണ് അതിലുപയോഗിച്ചത്.